എന്തൊരു പ്ലാനതാ? ഓരോരോ പ്രശ്നങ്ങള്. എന്നാലും പറ. അവള് വിളിച്ചിട്ടുണ്ടായിരുന്നു. നല്ല വിശേഷമാണല്ലോ. നല്ലത് പറഞ്ഞായിരുന്നു. നല്ല വിശേഷം. നോക്കി ഇതൊന്നും സംസാരിക്കും. അവളെ കൊണ്ടൊരു സമാധാനം ഇല്ലാന്ന്. അതിനിപ്പോ എന്തോ നടന്നത്? കഴിഞ്ഞ ആഴ്ച അവളുടെ അപ്പൂപ്പനങ്ങ് മയ്യത്തായി പോയി. അപ്പൊ ഞാൻ പറഞ്ഞിട്ട് മോളെ സാരമില്ലാന്ന്. അതിന് വരെ ചൂടാവനാണ് വെറുതെ. എടാ, വീട്ടിലൊരാൾ മരിച്ചു കിടക്കുമ്പോൾ നീ സാരമില്ലാന്ന് വെറുതെ പറഞ്ഞാൽ നമുക്ക് ഇത് ഇഷ്ടപ്പെടുകൂടാ. എടോ അങ്ങനെയല്ല, അങ്ങേർക്ക് 10-95 വയസ്സായി. 6 കൊല്ലമായി കാലനെയും കാത്ത് വലിച്ചടക്കുന്നത്. അഭിപ്രായത്തിൽ പിന്നെ അങ്ങേര് പിന്നെ ഒളിമ്പിക്സ് ഓടാൻ പോവാണ്. വേണ്ട, ചാവട്ടെ അതാ ബെറ്റർ. ഇപ്പൊ വിളിച്ചു പറയാ അവളുടെ വീട്ടിലെ പൂപ്പി പ്രസവിച്ചെന്ന്. അതിന് ഞാനപ്പോ ഒന്ന് മൂളി കൊടുത്ത്. അപ്പൊ അവൾ അതിനടുത്ത ചൂടാവല്ലേ. മൂളിയിൽ എന്തിനാണ്? എടാ, അവളുടെ വീട്ടിൽ ഒരു കുഞ്ഞ് ജനിച്ച സന്തോഷം നീയുമായിട്ട് പങ്കിടാനാണ് അവള് വിളിച്ചത്. നിനക്കൊരു കൺഗ്രാജുലേഷൻസ് എങ്കിലും പറഞ്ഞുകൂടായിരുന്നോടാ? കൺഗ്രാജുലേഷൻസാ അങ്ങനോട് പറഞ്ഞു കഴിഞ്ഞാൽ ആ പട്ടിയുടെ നൂലുകെട്ടിനും കൂടി ഞാൻ അരഞ്ഞാണുമായി കൊണ്ടുവരും. പട്ടിയാ? പൂപ്പി അവളുടെ വീട്ടിലെ പട്ടിയാണ്. ആ പട്ടി പ്രസവിച്ചതിന് ഞാൻ എന്തിനായിട്ട് സന്തോഷിക്കണത്? ഒന്നുമില്ല, നിനക്കൊരു പെണ്ണുണ്ടല്ലോ, അതിൽ സന്തോഷിക്കും. അതിലൊന്നും വലിയ കാര്യമൊന്നും ഇല്ല. കാര്യമില്ലെന്ന് കണ്ണുള്ളപ്പോ കണ്ണിന്റെ വില അറിയത്തില്ല നിനക്കൊന്നും. എടാ, നമ്മുടെ ജീവിതത്തിൽ ഒരു പെണ്ണ്, അവള് നമ്മളോട് വഴക്കിടും. അപ്പൊ നമ്മളത് മാനേജ് ചെയ്യണം. അവള് നമ്മളടുത്ത് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപ്പൊ നമ്മൾ അവളെ സമാധാനിപ്പിക്കണം. ഇല്ലെങ്കിലുണ്ടല്ല, ഒരു 10-30 വയസ്സാകുമ്പോൾ മുടിയൊക്കെ നരച്ച് വയറൊക്കെ ചാടി നമ്മുടെ ഫിറ്റ്നസ് ഒക്കെ പോയി 30കളൊക്കെ തുടങ്ങി ഒരു പെണ്ണും നമ്മളെ നോക്കാതെ അനാഥപ്രേതം പോലെ പെണ്ണ് കിട്ടാതെ നരകിച്ച് നമ്മള് എന്തു ചേട്ടാ എന്റെ അവസ്ഥയിലായി പോടാ നീയൊക്കെ. ഹലോ ബേബി, സോറി ഡി, അറിയാതെ പറ്റിപ്പോയതാ.